ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊരു ഇൻവേർട്ടർ ബൾബാണിത്. അപ്പൊ ഇത് കറണ്ട് പോയാൽ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യണ ഇൻവേർട്ടർ ബൾബാണിത്. അപ്പൊ ഇത് കറണ്ട് ഉണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ ഇത് വർക്ക് ചെയ്യണില്ല, കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇത് വർക്ക് ചെയ്യുള്ളൂ. കറണ്ട് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ മിന്നി കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ശരിക്കും വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പം ഇൻവേർട്ടർ ബൾബ് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വെക്കാം. അപ്പൊ അങ്ങനെ തൊരുമായി കൊടുത്താൽ ഇൻവേർട്ടർ ബൾബ് വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യും. കണ്ടില്ലേ, ഇപ്പൊ ഇത് ഇൻവേർട്ടർ ബൾബ് എന്ത് ചെയ്യണ്ടേ, ഇപ്പൊ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ ഇപ്പൊ ഇത് റെഡിയാണ്. ഇനി നമുക്കൊന്ന് കണക്ഷൻ കൊടുത്താൽ നമുക്കൊന്ന് വർക്ക് ചെയ്യും, കറണ്ടിൽ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു വയർ എടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. ഇത് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ട് ഇവിടെ, കണ്ടല്ലേ. അപ്പൊ ഇതിങ്ങനെ ആക്കി ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ആദ്യം ബൾബിനെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സ്വിച്ച് ഓൺ ആക്കാണ്, കണ്ടില്ലേ. ഇത് റെഡിയാണ്, വർക്കിംഗ് ആണ്, കണ്ടല്ലേ. അപ്പൊ ഇനി ഇൻവേർട്ടർ ബൾബിനെ ഒന്ന് വർക്ക് ചെയ്താൽ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ അവസ്ഥ നിങ്ങൾക്ക് അപ്പോഴേ അങ്ങനെ മനസ്സിലാവുള്ളൂ. പിന്നെ നോക്കിട്ടോ, കണ്ടോ, ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇതിങ്ങനെ മിന്നുക, ചിലപ്പോ കത്തൂര, ചെറിയൊരു മിന്നലാണ്. കണ്ടല്ലേ. അപ്പൊ കണ്ടങ്ങള് ഇതാണ് ഈ ബൾബിന് കംപ്ലൈന്റ്. ഇപ്പൊ തീരെ വർക്ക് ചെയ്യുന്നില്ല, കണ്ടല്ലേ. ഇപ്പൊ ഇവിടെ കറണ്ട് ഓൺ ആണ്, കണ്ടല്ലേ. ഇവിടെ ലൈറ്റ് എത്തുന്നു, കണ്ടല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇനി ഇത് മെയിൻ ഓഫ് ആക്കിയാല് അപ്പൊ ബൾബ് വർക്ക് ചെയ്യും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ സ്വിച്ചിന്റെ അവിടെ നോക്കി ഞാൻ മെയിൻ ഓഫ് ആക്കാൻ വേണ്ടി പോവാണ്. ഓഫായി, കണ്ടില്ലേ. അവിടെ ലൈറ്റ് ഓഫായി. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ ഇൻവേർട്ടർ കറണ്ട് പോയി, ഇൻവേർട്ടർ ബൾബ് വർക്ക് ചെയ്തു. ഇനി മെയിൻ ഓൺ ആക്കുമ്പോ നോക്കിക്കോട്ടോ, കണ്ടില്ലേ. ഇവിടെ ലൈറ്റ് കത്തി റെഡിയാണ്, പക്ഷെ ഇവിടെ ബൾബ് വർക്ക് ചെയ്യണില്ല. അപ്പൊ ഇത് കറണ്ടിൽ അപ്പൊ ഇത് കറണ്ട് വരുമ്പോ ബൾബ് എന്ത് ചെയ്യുന്ന വർക്ക് ചെയ്യണില്ല. കറണ്ട് പോയി കഴിഞ്ഞാല് ബൾബ് വർക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് അയച്ചു നോക്കിയാലോ നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് ഒഴിവാക്കാം. ഈ ബൾബ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ബൾബ് കിട്ടും കേട്ടോ. വല്ലാ ട്രംബറൊന്നും ഉണ്ടാവില്ല, കണ്ടില്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ ബൾബ്. അപ്പം അത് പിന്നെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യും ഇൻവേർട്ടർ ബൾബ്. നമ്മളത് ഇവിടെ ഷോർട്ട് ഇതായി കഴിഞ്ഞാൽ വിയർപ്പ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും, കണ്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾ പിന്നെ കുറച്ച് LED വർക്ക് ചെയ്യുള്ളൂ. അതായത് ഈ പുറത്ത് LED ഈ LED കറണ്ട് പോയാലേ വർക്ക് ചെയ്യുള്ളൂ. ഈ LED മാത്രമേ കറണ്ട് ഉണ്ടാകുമ്പോൾ വർക്ക് ചെയ്യുള്ളൂ. ഈ കാണുന്ന LED, അതായത് ഒന്നിന്റെ വ്യക്തതയ്ക്ക് പറഞ്ഞുതരാം. ഈ പുറത്ത് കാണുന്ന LED ഇതാണ് നമ്മളെ കറണ്ട് ഇല്ലാതെ വർക്ക് ചെയ്യുക. ഇതുമാണ് വർക്ക് ചെയ്യുക. വീഡിയോ വ്യക്തമാണെന്നല്ല, ക്യാമറ കറക്റ്റ് കിട്ടുമോന്നല്ല, അതാണ് പ്രശ്നം. കണ്ടില്ലേ നിങ്ങള്, കണ്ടോ. ഇങ്ങനെ ഇത് വരിക, കണ്ടില്ലേ. ഈ രണ്ടാമത്തെ ഈ ലൈനാണ് എന്ത്, കറണ്ടിന്റെ ലൈന് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ചിലപ്പോ ഇത് LED പോയതാകാനാണ് സാധ്യത. അപ്പൊ ചെക്ക് ചെയ്താൽ നമുക്ക് നോക്കട്ടോ. അപ്പൊ നമ്മളെ മൾട്ടിമീറ്റർ എന്ത് ചെയ്യാ, നമ്മളെ ഡയോഡിന്റെ ചിഹ്നത്തേക്ക് തിരിച്ചു കൊടുക്കുക. ചിലപ്പോ ഇത് മതിയാവില്ല, ചാർജ് കുറച്ചുകൂടി ഏറെ ചാർജ് പാടില്ല കേട്ടോ. അപ്പം ഇതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് ചിലപ്പം പ്രയാസക്കാരം LED വർക്ക് ചെയ്യാണ്. കണ്ടോ. അപ്പൊ പിന്നെ ഇത് വർക്ക് ചെയ്യൂല, ഇത് വർക്ക് ചെയ്യൂല. കാരണം ഈ മൾട്ടിമീറ്റർ ചാർജ് പോരാട്ടോ. അപ്പൊ നമുക്ക് വേറെ മാർഗം ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, LED ടെസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇതിങ്ങനെ ചെറിയ വെളിച്ചുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചും ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് ചാർജ് കുറവാണെന്നാണ് പറഞ്ഞത്, കണ്ടോ. ഇതിങ്ങനെ ചെറിയ വെളിച്ചുണ്ട്, പക്ഷെ അത് ഏതൊക്കെ ബൾബ് പോയത് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഇതാണ് നിങ്ങള് എലിമിനേറ്ററാണ് കാണുന്നത്. 1.5 to 12 വോൾട്ട് വരെ, കണ്ടല്ലേ. അപ്പൊ ഇത് ഓഫാക്കി അതിന്റെ ചാർജ് പെട്ടെന്ന് കഴിയും. അപ്പൊ ഇത് കണ്ടെങ്കിൽ ഈ പിന്നെ എലിമിനേറ്ററിന്റെ ലാസ്റ്റ് പിന്നുമേലെ നമ്മുടെ മൾട്ടിമീറ്ററിന്റെ കേബിൾ കൊടുത്തേക്കാണ്, കണ്ടല്ലേ. ഒഴിവാക്കി പഴയ കേബിൾ കൊടുത്തേക്കാണ് ഞാൻ. അതിന്റെ അറ്റം ഇങ്ങനെ പിന്നെ കയറട്ടോ, അത് ചെക്ക് ചെയ്യാൻ സുഖമായിക്കാരം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇവിടെ 1.5 നമുക്ക് സെറ്റ് ചെയ്താൽ നമുക്ക് ഓണാക്കി കൊടുക്കട്ടോ. 1.5 കേട്ടോ. അതിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക്
ബൾബ് വർക്ക് ചെയ്യണ്ട നോക്കണ്ടേ, അങ്ങനെ വെച്ച് നോക്കാം നമുക്ക്. ഇത് നമ്മളെ ബാറ്ററിന്റെ വോൾട്ടാണ് കേട്ടോ. ഒന്നുകൂടി വെളിച്ചത്ത് വർക്ക് ചെയ്യുമ്പോൾ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടോ ഇതൊക്കെ ബാറ്ററിന്റെ വോൾട്ട്. അപ്പൊ ബാറ്ററി വരുന്ന ഭാഗമാണിത്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ ലൈനാണ്. അപ്പൊ അത് നമുക്ക് തർക്കത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് അങ്ങനെ പോരട്ടോ. ആദ്യം നമുക്ക് ഇവിടെ ബൾബ് ഉണ്ട് കണ്ടോ നിങ്ങള്, ഇത് ഒരട്ടെ മാറ്റി കൊടുത്ത ബൾബാണിത്. അത് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഏതാണ് പോയത് നമുക്ക് അറിയണ്ടേ. മിക്കവാറും അത് തന്നെ ആയിരിക്കും. അത് വർക്ക് ചെയ്യണില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ വരുന്ന ഇതാണ്. അത് പ്ലസ് മൈനസ് മാറ്റി മാറ്റി ചെക്ക് ചെയ്യണ്ടേ, അപ്പോഴത് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യണില്ലല്ലോ. ഇനി വോൾട്ട് കുറവായിട്ടാണോ അറിയില്ല. ഇത് നമുക്കൊന്ന് നോക്ക്. രണ്ടാമത്തെ ലൈന് വർക്ക് ചെയ്യണില്ലല്ലോ. നമുക്കൊന്നുകൂടി നമുക്ക് എന്താ വോൾട്ട് കൂട്ടി കൊടുക്കാം. കണ്ടോ, അപ്പൊ ഇതിന് 3 വോൾട്ടിന്റെ ആയാലും എന്ത് LED വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ 3-നാ നിക്കണത് കണ്ടല്ലേ, 3 വോൾട്ടാണത്. അപ്പൊ ഇതാ ഈ LED റെഡിയാണ് കേട്ടോ. ആ റെഡിയാണ്, ഇത് റെഡിയാണ്, ഇത് റെഡിയാണ്, ഇത് റെഡിയാണ്, ഇത് റെഡിയാണ്, ഇത് റെഡിയാണ്, ഇത് കണ്ടോ. അപ്പം നമ്മളെ താരം ഇവനാണ് പോയത് കണ്ടില്ലേ. ഇത് നിലക്കും എന്ത് ചെയ്യണില്ല, വർക്ക് ചെയ്യണില്ല കണ്ടോ, വർക്ക് ചെയ്യണില്ല കണ്ടില്ല, പോയിന്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബൾബ് നമുക്ക് അയച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് എന്താ അറിയോ, ഈ 2 മാർഗം. ഒന്നെങ്കിൽ ഇവിടെ ഷോർട്ടൊക്കെയാണ് കൊടുക്കുക. ഈ 2 ലൈന് ഷോർട്ടായി കൊടുത്തു കഴിഞ്ഞാൽ ബൾബ് വർക്ക് ചെയ്യും. അപ്പൊ അതിലൊക്കെ നല്ലത് ഈ ബൾബ് നമുക്ക് സെപ്പറേറ്റ് ബൾബ് വാങ്ങാൻ കിട്ടും. അപ്പൊ അതെന്ത് ചെയ്യും, ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നല്ലത്. മറ്റേന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വേറെ LED പോകും കേട്ടോ. അപ്പൊ പിന്നെ മാറ്റി കൊടുത്തൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ഉള്ളിലെന്തെങ്കിലും പ്രശ്നം നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഈ ബൾബ് നമുക്ക് വേറെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ കണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ LED കണ്ടില്ലേ, ഇതാണ് പുതിയ LED കേട്ടോ. അപ്പൊ ഫിറ്റ് ചെയ്യുമ്പോൾ LED ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി അവിടെ ശ്രദ്ധിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ശ്രദ്ധിക്കാൻ ചെറിയ പ്രശ്നം ഉണ്ടാവും ഇതിന്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ ബേക്ക് ഭാഗത്ത് കണ്ടങ്ങള്, ഇതിന്റെ ബേക്ക് ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടങ്ങള്, ഒന്ന് കുറച്ച് വലിയ ഭാഗമാണ് കണ്ടോ, ഒന്ന് വീതിയുള്ള ഭാഗം, ഒന്ന് വീതി കുറഞ്ഞ ഭാഗമാണ് കണ്ടല്ലേ. അപ്പൊ ഇതിന് ഈ വീതി കൂടിയ ഭാഗമാണ് എന്ത് ചെയ്യാ, അല്ല ഈ വീതി കൂടിയ ഭാഗമാണ് മൈനസ് വരിക. ഈ വീതി കുറഞ്ഞ ഈ ഭാഗം പ്ലസ് ആയിട്ട് വരിക. നമ്മൾ സംശയം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഈ വീതി കുറഞ്ഞ ഭാഗം പ്ലസ് വരും കേട്ടോ, മറ്റേത് മൈനസ് കാരം. അപ്പൊ കണ്ടല്ലേ ബൾബ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യണ കണ്ടല്ലേ. ഓക്കെ കണ്ടോ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി തന്നെ ഇവിടെ ഉണ്ടോ കണ്ടങ്ങള്, ഒരു ഭാഗത്ത് വീതി കുറവാണ് കണ്ടോ, മറ്റേ ഭാഗത്ത് വീതി കൂടുതലാണ് കണ്ടല്ലേ. അപ്പൊ അതിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അത് കുറച്ച് സോളിന് ഫ്ലക്സ് കുറച്ച് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാണ് നമ്മുടെ LED. അപ്പൊ എന്ത് ചെയ്യാ, പോയോ, ഇതാണ് നമ്മുടെ LED. അപ്പൊ LED എന്ത് ചെയ്യാ, ഞാൻ നേരത്തെ പറഞ്ഞമായി തന്നെ പ്ലസ് മൈനസ് മാറാതെ എന്ത് ചെയ്യാ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ വലിയ ഭാഗത്ത് ഇങ്ങനെ വരേണ്ടത്, ഇങ്ങനെ 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 വരും കേട്ടോ. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാ, എടുത്ത് നോക്കുക.
അപ്പൊ ഒരു ഭാഗത്ത് ചെയ്ത് കൊടുത്തു, രണ്ട് ഭാഗത്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ട് ഭാഗത്ത് ഷോർട്ടാകാൻ ചെയ്യാനായിട്ട് കേട്ടോ. ഷോർട്ടായി കഴിഞ്ഞാല് ആ ബൾബ് വർക്ക് ചെയ്യൂല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ മറ്റേ ബൾബ് പോകാൻ സാധ്യത കൂടുതലാട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക ചെയ്യുമ്പോ കേട്ടോ. അപ്പൊ ഇനി നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയാലോ, എന്നാൽ നമുക്ക് അടുത്ത കംപ്ലൈന്റ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. വയറെന്ത് ചെയ്യും, ഇവിടെ കണക്ട് ചെയ്തു കണ്ടില്ലേ, ബൾബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കട്ടോ. അപ്പൊ കണ്ടോ, അപ്പൊ നമ്മളെ ബൾബ് എന്ത് ചെയ്തു, വർക്ക് ചെയ്തു കണ്ടില്ലേ. അപ്പൊ ഇനി ഞാൻ ഓഫാക്കിയാണ് കാണിച്ചു തരാം. ഓഫാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബൾബ് ഓഫ് ആവും കണ്ടില്ലേ. കണ്ടോ, ഇത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവേർട്ടർ ബൾബ് വർക്ക് ചെയ്യൂല. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കും കേട്ടോ. കാരണം ഞാൻ ഇന്നാൾ വീഡിയോ വിട്ടപ്പോ വേറെ കമന്റ് എന്തിനു എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചാണ്ട്. അപ്പൊ ഇതിപ്പോ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബൾബ് ഓഫ് ആവും. നിങ്ങൾ ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ ഇതിപ്പോ ലൈറ്റ് കത്തുന്നതാ. ഇനി ഞാൻ ഇവിടെ മെയിൻ ഓഫ് ആക്കിയാണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ ലൈറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓഫ് ആക്കാണ് കേട്ടോ. ഓഫായി കണ്ടില്ലേ. ഇപ്പൊ ഇവിടെ ഈ ലൈറ്റ് ഓഫായി. ഇപ്പൊ ഇതിൽ കറണ്ട് വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇൻവേർട്ടർ ബൾബ് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. അങ്ങനെയാണ് ഇത് വരും കേട്ടോ. സാധാരണ ചപ്പലും ഓഫ് ആക്കാൻ മതി, തന്നെ ഇതിമ്മ ഓഫ് ആക്കിയാൽ മതി. സ്വിച്ച് പിന്നെ ഈ ഹോൾഡറിന് സ്വിച്ച് ഓഫ് ആക്കിയാൽ മതി കേട്ടോ. അപ്പൊ ബൾബ് ഓഫ് ആവും. അങ്ങനെ കേട്ടോ. ഞാൻ മെയിൻ ഓൺ ആക്കാണ് കണ്ടില്ലേ. ഇതാ ഇവിടെ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ. അപ്പൊ ഇത് റെഡിയാണ് കേട്ടോ. ഓക്കെ കണ്ടോ, ഇപ്പൊ കറണ്ട് പോയി കണ്ടില്ലേ. ഇപ്പൊ കറണ്ട് വന്നു പോയി വന്നു കണ്ടില്ലേ. അത് കറണ്ട് ഉണ്ടാകുമ്പോൾ വെളിച്ചം കൂടുതലേക്കാറ്, കറണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചം കുറവേക്കാറ് കേട്ടോ. ഓക്കെ, ഇനി ബൾബ് ഓഫ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് നേരെ എടുത്ത സ്വിച്ച് തന്നെ ഓഫ് ആക്കുക. ബൾബിന്റെ പോയിന്റ് ഓഫ് ആക്കിയാൽ മതി. അപ്പോൾ ഓഫ് ആകണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അപ്പൊ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തുള്ള ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ് അടുത്തോടെ കാണുമ്പോഴേക്കും എല്ലാവർക്കും goodbye.